എനിക്ക് ബത്തേരി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അതേപോലെ പിന്നെ എനിക്കൊരു ചെടികളുടെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അവർ വിളിച്ചറിഞ്ഞപ്പോൾ അതും കൂടി എടുക്കാം. നാട്ടിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തതായിരുന്നു. അതിപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് വരുന്ന കാരണം ഞാൻ ഇവിടുത്തെ അഡ്രസ്സാണ് കൊടുത്തത്. വയനാട്ടിൽ തന്നെയുള്ള ഒരു സെല്ലറാണ്. അവർ നേരെ ബത്തേരിക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതെടുക്കാനും കൂടി ആയിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കൈപ്പഞ്ചേരി വഴിയാണ് ബത്തേരിക്ക് നിന്ന് പോകുന്നത്. പണ്ട് ഞങ്ങൾ സ്കൂളിലേക്ക് പോയിരുന്നത് എളുപ്പമുള്ള വഴിയായിരുന്നത്. കാരണം എന്താ വെച്ചാൽ ടൗണിൽ ടച്ച് ചെയ്യാതെ പോവുകയും ചെയ്യുക, ആളുടെ ശല്യമില്ല. ഞങ്ങളൊരു കൂട്ടം പെൺകുട്ടികൾ ഒരുമിച്ചിട്ട് കൂടെ അങ്ങനെ പോകട്ടാ. ബത്തേരി കൂടെ പോകാൻ അപൂർവമാണ്. അന്ന് അങ്ങനെ ബസ്സൊന്നുമില്ല, 2 ബസ്സേ ഉണ്ടായിട്ടുള്ളൂ. എന്നാലും ഞങ്ങളിങ്ങനെ നടക്കും കഥയും പറഞ്ഞ്. കാരണം ആരുടെ ശല്യമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെ സ്കൂൾ കുട്ടികളല്ലാതെ മറ്റാരും അങ്ങനെ പോകുന്ന കാണാറില്ല. കാരണം ഇവിടെ ഈ ഭാഗങ്ങളിലൊന്നും അങ്ങനെ വീട് അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് കാരണം തന്നെ അങ്ങനെ പിന്നെ കൂടുതൽ ആളുകളും ഒന്നുമില്ല, വണ്ടികളും ഇല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു കേട്ടോ അന്ന്. പിന്നെ ഇപ്പം ഇന്നിങ്ങനെ പോയപ്പോഴാ പഴയ ഓർമ്മ. ഇവിടെ പോകുന്ന വഴിക്ക് നല്ലൊരു ചുവന്ന പൂക്കളുള്ള മരം കണ്ടു കേട്ടോ. ഈ മരം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്തോ ഒരു പേരുണ്ട്, ഒരു കാട്ടുമരമാണ്. പക്ഷേ ചുവന്ന പൂവൊക്കെ ആയിട്ട് നല്ല ഭംഗി കേട്ടോ കാണാൻ. സൂപ്പർ ഭംഗിയാണ്. ഇത് വലിയൊരു തരം പൂക്കളാണ് ഉണ്ടാവുക. പിന്നെ ഞങ്ങളെ വാഗയ്ക്കൊക്കെ സമക്കും അതിന് പറ്റിയ, പക്ഷെ അതേപോലത്തെ പൂക്കളല്ല. അതിനൊക്കെ പകരം വേണമെങ്കിൽ വളർത്താമെന്ന് പറയും. നല്ലൊരു തണൽ മരമായിട്ടൊക്കെ റോഡ് സൈഡൊക്കെ വളർത്താം. അതിൻ്റെ പൂവാണ് കേട്ടോ അത്. പല സ്ഥലത്തും ഉണ്ട് നാട്ടിലൊക്കെ. മലപ്പുറത്ത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ കോഴിക്കോട് ഞാൻ എവിടേക്കോ കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഓർമ്മ. പോകുന്ന വഴിക്കൊരു പണിയ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയെ കണ്ടിട്ടത് ഒരു ആദിവാസി ഗോത്രത്തിൽപ്പെട്ട ഒരു മുത്തശ്ശിയാണ്. അവരിപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ അവരെ കണ്ടപ്പോൾ ഒരു 10-100 വയസ്സ്. എന്നെ കണ്ടപ്പോൾ അവർ പെട്ടെന്ന് വിളിച്ചു. എന്താ ചോദിച്ചേ? അയ്യോ ഒന്നുമില്ല കൈ. എന്താ പറഞ്ഞു? ചായക്കൊന്നുമില്ല. ചായക്കോ? എൻ്റെ കയ്യിലിപ്പൊന്നുമില്ല. ATM-ലാണ്, ബാങ്കിലാണ് പൈസ. കയ്യിലൊന്നുമില്ല. അതാ ഞാൻ നടന്നു പോകണപ്പോൾ വണ്ടിക്ക് പൈസ കൊടുക്കാൻ. ഒരു ചായക്കുള്ള പൈസ ചോദിച്ചാണ്. ഏതായാലും തപ്പിയൊരു 10-40 ഉറുപ്പ്യ കിട്ടിയപ്പോൾ എടുത്ത് കൊടുത്തു. വേറൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ലായിരുന്നു.